മങ്ങലേൽക്കും. ഹല്ലേലൂയ. മങ്ങലേൽക്കും. വിശുദ്ധിക്ക് മങ്ങലേൽക്കും. അശുദ്ധമായ സ്ഥലത്ത് പോയി നിന്നാ വിശുദ്ധിക്ക് മങ്ങലേൽക്കും. അപ്പോ വിശുദ്ധമായ സ്ഥലത്ത് വിശുദ്ധിയോടെ ഇരുന്ന് വിശുദ്ധമായത് കേട്ടാലോ വിശുദ്ധനാകും. ഹല്ലേലൂയ. അതാണ് ജ്ഞാനം 6:10. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യമുള്ളത്. എന്ത്? വിശുദ്ധമായത് വിശുദ്ധിയോട് ചെയ്താൽ നിങ്ങൾ വിശുദ്ധരാകും. വിശുദ്ധരാകും. ഹല്ലേലൂയ. വിശുദ്ധരാകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങൾ ആരെപ്പോലെയാകും? ദൈവത്തെ പോലെയാകും. അതായത് ദൈവത്തിന്റെ പൂർണ്ണമായ ദൈവ സാന്നിധ്യം, ശക്തി ആരിൽ വരും? നമ്മളിൽ വരും. അപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന മണിക്കൂറുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യത്തെയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ സാന്നിധ്യത്തിൽ അതായത് വിശുദ്ധ പൗലോസ് പറയുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവ സാന്നിധ്യം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവശക്തി നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവകൃപ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവാത്മാവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവവചനം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്താൽ നമ്മൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഏത് ശക്തിക്കാണ് നമ്മൾ തകർക്കാനായിട്ട് പറ്റുക? ഉണ്ടാക്കാൻ പറ്റുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയാനുള്ളത്, നമുക്ക് കിട്ടുന്ന മണിക്കൂറുകളും ദിവസങ്ങളും ആയുസ്സുമെല്ലാം നമ്മൾ സന്തോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ദിവസങ്ങളും മണിക്കൂറുകളും ആയുസ്സുമെല്ലാം നമ്മൾ സന്തോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, ആനന്ദിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണത ഉണ്ടെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ ഇനി ഒരു 10 ദിവസം കൊണ്ട് നമ്മൾ ജീവിക്കും? ഇല്ല. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് വെള്ളത്തിലെ കുമ്പള പോലെയാണ്, എപ്പോ വേണമെങ്കിലും അവസാനിക്കാം. നമ്മുടെ ആയുസിന്റെ നീളം, നമ്മുടെ ആയുസിന്റെ വീതി ആർക്കും നിർണയിക്കാൻ പറ്റുന്നതല്ല, പറ്റില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആനന്ദിക്കേണ്ടത്, സന്തോഷമായിട്ടിരിക്കേണ്ടത് നമ്മുടെ ആയുസിലാണ്, നമ്മുടെ ജീവിതത്തിലാണ്, ഇല്ലേ? അതിന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മളെ ജീവിക്കാനായിട്ട് നമുക്ക് പ്രചോദനം തരുന്ന, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മുന്നോട്ട് പോകാനുള്ള ശക്തി തരുന്ന ഏക വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് വീണവനെയും, ഏത് നിന്ദനമേറ്റവനെയും, മുറിയപ്പെട്ടവനെയും, തള്ളപ്പെട്ടവനെയും, രോഗി പീഡിതനെയും ഏറ്റെടുക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ.